പെരിയാറിന് പുറമെ ചിത്രപ്പുഴയിലും മത്സ്യക്കുരുതി. ഇൻഫോ പാർക്കിന്റെ സമീപം മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ദൃശ്യങ്ങൾ 24-ന്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാമി, മത്സ്യക്കുരുതിയുടെ വാർത്തകൾ വരുന്നു. അതിനുശേഷം രണ്ട് വകുപ്പുകൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. വേറിട്ട പ്രതിഷേധം ഈ മത്സ്യ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനുശേഷം ഇപ്പോഴും അതിനൊരു പരിഹാരമായിട്ടില്ല. കൂടാതെ പുതിയ ഇടങ്ങളിലും ഇത് തന്നെ സംഭവിക്കുന്നു. എന്താണ് കാരണം? ക്രിസ്റ്റീന, പെരിയാറിന്റെ പ്രധാന കൈവഴിയാണ് ചിത്രപ്പുഴ. സ്വാഭാവികമായും പെരിയാർ നദീതീരത്തെ പോലെ തന്നെ ചിത്രപ്പുഴയുടെ തീരങ്ങളിൽ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ചിത്രപ്പുഴയിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളത് വലിയ പരാതിയായി തന്നെ ഉയരുന്ന വസ്തുത കൂടിയാണ്. അതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ചിത്രപ്പുഴയുടെ ഇൻഫോ പാർക്കിന്റെ ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പരിശോധനയിലാണ് പല ഭാഗത്തും ഇങ്ങനെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കിടക്കുന്നത് കാണുന്നത്. ഇവിടെ നദിയിലുള്ള മത്സ്യങ്ങൾ, ചിത്രപ്പുഴയിൽ തന്നെയുള്ള മത്സ്യങ്ങളാണ് ഈ ചത്തുപൊങ്ങി കിടക്കുന്നത്. പെരിയാറിൽ മത്സ്യം വളർത്തുന്ന ആളുകളുടെ ഉൾപ്പെടെ കൂടുതലായി ചത്തുവെങ്കിൽ ഇവിടെ നദിയിലുള്ള മത്സ്യങ്ങൾ തന്നെയാണ് ഈ ചത്തിങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഏതെങ്കിലും വ്യവസായശാലയിൽ നിന്ന് രാസമാലിന്യങ്ങൾ അടങ്ങിയ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് തന്നെയാകാം ഇങ്ങനെ ഒരു സ്ഥിതിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും കൂടുതൽ ഭാഗങ്ങളിൽ ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണുന്നുണ്ട്. പെരിയാറിന് തൊട്ടുപുറകെയാണ് പെരിയാറിന്റെ കൈവഴിയായ ചിത്രപ്പുഴയിലും ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണുന്നത്. ക്രിസ്റ്റീന, ശ്യാം, ഇത് പറയുമ്പോഴും വ്യവസായ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകും. ഇതിന് കൃത്യമായ ഒരു കാരണമോ കൃത്യമായ ഒരു പരിഹാരമോ ഇതുവരെ ആകുന്നില്ലല്ലോ. തീർച്ചയായും പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുകയും പരിശോധന നടക്കുന്നുവെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. തൊട്ടടുത്ത ദിവസമാണ് ഇന്ന് ചിത്രപ്പുഴയിൽ ഈ സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അവിടെയാണ്, മറ്റു ചില വ്യവസായശാലകളൊക്കെ അവിടെയുണ്ട്. ഇതിൽ നിന്നൊക്കെ മാലിന്യം ഈ ചിത്രപ്പുഴയിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളത് ആരോപണമുണ്ട്. മുൻപും ഇതുപോലെ തന്നെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സ്ഥലമാണ് ചിത്രപ്പുഴ. അതിന് പിന്നാലെയാണ് ഈ കനത്ത മഴയിലും ഇങ്ങനെ ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണുന്നത്. കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ഒഴുകിപ്പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പല ഭാഗങ്ങളിലും ഇപ്പോൾ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് ചിത്രപ്പുഴയിലും ഈ മത്സ്യങ്ങൾ ഇങ്ങനെ സമാനമായ രീതിയിൽ, പെരിയാറിന് സമാനമായ രീതിയിൽ ചത്തുപൊങ്ങുന്നതിന് ഇടയാക്കിയതെന്നുള്ളതാണ് ഇവർ തിരക്കുന്നത്. ഏതായാലും ചിത്രപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. അത് പല പ്രദേശങ്ങളും സൈഡുകളിലേക്ക് തന്നെ വന്ന് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഒരു യോഗം നാളെ സബ് കളക്ടറുടെ ഓഫീസിൽ ചേരുന്നുണ്ട്. കുഫോസിലെ വിദഗ്ധരുടെ സംഘവും ഈ പെരിയാറിൽ പരിശോധന നടത്തുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്.